വി.ഡി. സതീശൻ്റെ സർക്കാർ ഇന്ന് അധികാരമേറ്റു. അവരെല്ലാം മന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തു. അവർക്ക് ചില മന്ത്രിമാർക്കെങ്കിലും വകുപ്പുകൾ ഏതാണെന്ന് വ്യക്തമായിട്ട് പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും റോജി എം. ജോൺ, ഞാൻ ഇദ്ദേഹത്തോട് പറയാം, യുവജനക്ഷേമമായിരിക്കും അദ്ദേഹത്തിന് എന്ന വിശ്വാസത്തിൽ ഞാൻ ചോദിക്കുകയായിരുന്നു. അതായത് നേതാക്കന്മാരുടെ പാരമ്പര്യ സ്റ്റൈലിൽ പുതിയ ജൻസിക്ക് താല്പര്യമില്ല. അപ്പോൾ താങ്കളെ ജൻസി വിഭാഗത്തിൽപ്പെടുത്തണമെന്നാണ് ജനീഷ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും ഞാനിങ്ങനെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പരിശോധിക്കുമ്പോൾ ഓരോ എനിക്ക് ഭയങ്കര ഡൗട്ടായി. ഇല്ലല്ല, സാറിനെ കണ്ടാണല്ലോ സാറിനെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പരിശോധിക്കുമ്പോൾ ഈ പ്രായം കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്കല്ലേ? നമുക്ക് രണ്ടാൾക്കും അങ്ങനെയാണ്. ആയിക്കോളാം, നമുക്ക് രണ്ടാൾക്കും അങ്ങനെയാണ്. അപ്പോ അതെ അതെ. അപ്പോൾ എന്തായാലും പക്ഷെ ഞാൻ എല്ലാ വസ്ത്രങ്ങളും ധരിക്കുന്ന ആളാണ്. ഇപ്പോൾ മുണ്ടും ഷർട്ടും ധരിച്ചാൽ അല്ലെങ്കിൽ വെള്ളയും ധരിച്ചാൽ മാത്രമേ പൊതുപ്രവർത്തകനാവൂ, അല്ലെങ്കിൽ മന്ത്രിയാവാൻ പറ്റൂ, MLA ആവാൻ പറ്റൂ എന്നൊന്നുമില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്തും ധരിക്കാം. പിന്നെ നമുക്കിത് കുറച്ചുകൂടി ഈ പറയുന്നത് പോലെ ജൻസിയൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഇൻട്രാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുമായിട്ട് അവരുടെ ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഒരു ഐക്യപ്പെട്ടു പോകാനായിട്ട് ഇത് കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മണ്ഡലത്തിലായാലും പാൻറ്റും ഷർട്ടും ഒക്കെ ധരിച്ചു നടക്കുന്ന ആളാണ്. ചിലപ്പോൾ ടീഷർട്ടൊക്കെ ധരിക്കാറുണ്ട്. താങ്കൾ ഈ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ സഞ്ചരിക്കുന്ന ആളാണല്ലോ ഒരുപാട്. അപ്പോൾ ഈ ഗവൺമെന്റിൽ നിന്ന് അവരെന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാം എല്ലാ വിഭാഗം ആളുകളും UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷമൊക്കെ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ജെൻസി വോട്ടർമാരുടെ പുതിയ തലമുറയുടെയും വലിയ ഒരു വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ടാവും. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായിട്ടുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ യുവാക്കളെ സംബന്ധിച്ചും കുറേയധികം കാര്യങ്ങൾ നമുക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ചെറുപ്പക്കാരെ നാട് വിട്ടു പോകുന്ന ഒരു കാലമാണ്. അപ്പോൾ നാട് വിട്ടു പോകാതെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ, അവരെ ഇവിടെ അട്രാക്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അവർക്ക് കുറെ കൂടി നാടിനോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.